ഏവർക്കും PSC ഹെൽപ്പറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലെ LPST റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള എത്ര ഉദ്യോഗാർത്ഥികൾ മറ്റ് റാങ്ക് ലിസ്റ്റിൽ, അതായത് UPSTയുടെ മറ്റ് UPST കോഴിക്കോട് അതുപോലെ മറ്റ് UPST റാങ്ക് ലിസ്റ്റുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മൾ വിശദമായ ഒരു ലിസ്റ്റ് തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. നമ്മൾ അവരുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും എല്ലാം വെച്ചിട്ട് ഓരോ റാങ്ക് ലിസ്റ്റിലെയും ആൾക്കാരുടെ പേര് പരിശോധിച്ച് തയ്യാറാക്കിയ ഒരു ലിസ്റ്റാണ്. നിങ്ങൾക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും. ഒന്നാമതായി കൊടുത്തിരിക്കുന്നതാണ് LPST കോഴിക്കോട് റാങ്ക് ലിസ്റ്റിലെ ആളുടെ പേരും ഡീറ്റെയിൽസും. അത് മെയിൻ ലിസ്റ്റിലുള്ള ആളാണ്. സപ്ലി ലിസ്റ്റിൽ നിന്ന് പോലും സപ്ലി ലിസ്റ്റിലുള്ള ആൾക്കാരും മറ്റ് സപ്ലി ലിസ്റ്റിലുണ്ടോ എന്നുള്ളത് പോലും നമ്മൾ പരിശോധിച്ചിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ നമുക്ക് കിട്ടിയത് ഏകദേശം 153 പേരാണ്. 153ാമത്തെ ആൾ പരിശോധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് സപ്ലി ST 16ാമത്തെ ആള്, UPST കോഴിക്കോട് സപ്ലി ലിസ്റ്റിൽ 36ാമത്തെ ആളായിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ പലരും പല, ഉദാഹരണത്തിന് ഇവിടെ വയനാട് ജില്ലയിലെ UPSTയിലുള്ള ആൾക്കാരുണ്ട്. സപ്ലി ST 10ാം റാങ്കുകാരൻ, അതായത് കോഴിക്കോടിലെ LPSTയിൽ 10ാം റാങ്ക്, സപ്ലി 10ാം റാങ്കുകാരൻ, വയനാട് UPSTയിലെ സപ്ലിയിലെ 7ാം റാങ്കുകാരനാണ്. ഈ രീതിയിൽ നമ്മൾ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റ് വെച്ച് ഇത് പരിശോധിക്കാവുന്നതാണ്. നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ LPST റാങ്ക് ലിസ്റ്റ്, അതിൽ ഒന്നാമത്തെ, ഉദാഹരണത്തിന് നമുക്ക് ഒന്നാമത്തെ ആളുടെ പേര് പരിശോധിക്കാം. ഒന്നാമത്തെ കൊണ്ട് ഒരു 5ാമത്തെ ആളുടെ പേരുണ്ടോ എന്ന് നോക്കാം. 5ാമത്തെ ആൾ ഉണ്ട്. 5ാമത്തെ ആള് LPST കോഴിക്കോടിലെ 5ാമത്തെ ആള് UPST കോഴിക്കോടിൽ 15ാം റാങ്കുകാരനായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്കത് ശരിയാണോ എന്ന് പരിശോധിക്കാം. ഇതാണ് LPSTയിലെ റാങ്ക് ലിസ്റ്റ്. അതിൽ 5ാമത്തെ ആള് ഇവിടെ ഉണ്ട്. ഇനി നമുക്ക് UPSTയിലെ റാങ്ക് ലിസ്റ്റ് പരിശോധിക്കാം. ഇതാണ് UPST റാങ്ക് ലിസ്റ്റ്. ഇതിൽ 15ാമത്തെ റാങ്കാണ് വന്നിരിക്കുന്നത്. 15ാമത്തെ റാങ്കുകാരൻ ഇതാ ഇവിടെ സെയിം ആൾ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. മെയിൻ ലിസ്റ്റിലുള്ളത് ഓരോ ജില്ലയിലെയും മെയിൻ ലിസ്റ്റിലെയും സപ്ലി ലിസ്റ്റിലെയും ആൾക്കാരുമായിട്ട് കമ്പയർ ചെയ്ത് തയ്യാറാക്കിയ റിപ്പോർട്ടാണ്. ഈ രീതിയിൽ നമ്മൾ മലപ്പുറം ജില്ലയിലെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേയധികം ആൾക്കാർ ഇത് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഏതായാലും നോക്കാം. തീർച്ചയായും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഈ വീഡിയോ അടിയിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് എഴുതി ചോദിക്കുക. അതുപോലെ വീഡിയോ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ഒരു കമൻറ്റെങ്കിലും നിങ്ങളുടെ നന്ദി കമൻറ്റിലൂടെ അറിയിക്കുക. നമ്മൾ വളരെയധികം കഷ്ടപ്പെട്ടാണ് ഈ ഒരു ലിസ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. 14 ജില്ലകളിലെയും മെയിൻ ലിസ്റ്റിലെയും സപ്ലി ലിസ്റ്റിലെയും ആൾക്കാരുമായി കമ്പയർ ചെയ്തുകൊണ്ടാണ് ഇത് തയ്യാറാക്കുന്നത്. ഇതിൻ്റെ PDF അല്ലെങ്കിൽ Excel വേണ്ടവർ നമ്മുടെ കോൺടാക്റ്റ് ഇമെയിലിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അത് PDF ആക്കി ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും Excel ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക. അങ്ങനെ നമ്മുടെ കണക്ക് പ്രകാരം ഇതിൽ DA-കാർ ഉൾപ്പെട്ടിട്ടില്ല. നമ്മൾ DA-കാരെ പ്രത്യേകം നോക്കിയിട്ടില്ല. അപ്പോൾ DA-കാരുള്ളോ എന്നുള്ളത് നമ്മൾ മറ്റൊരു വീഡിയോയിലൂടെ പരിശോധിക്കേണ്ടി വരും. നമുക്കതിന് സമയം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഭാവിയിൽ നമ്മളത് പരിശോധിക്കാവുന്നതാണ്. ഏതായാലും ഇത് മെയിൻ ലിസ്റ്റിലെയും സപ്ലി ലിസ്റ്റിലെയും ആൾക്കാരെ മാത്രമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. DA-കാരെ ഉൾപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ 153 പേരാണ് നമ്മൾ ലിസ്റ്റിൽ കാണുന്നത്.